നമസ്കാരം. 24 അവറാണ്. നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വ്യവസായിയെ പട്ടാപ്പകലാണ് വെടിവെച്ച് കൊന്നത്. ആ വെടിവെച്ച് കൊന്നവർ ആരൊക്കെയാണെന്നുള്ള അന്വേഷണമാണ് കൂടുതൽ ഞെട്ടിച്ചത്. കസ്റ്റഡിയിലായത് അമ്മയും സഹോദരങ്ങളുമാണ്. കാൺപൂരിൽ ഒരു ലംബോർഗിനി അമിത വേഗത്തിലെത്തി ഇടിച്ചുണ്ടായ അപകടവും ആ ദൃശ്യങ്ങളുമൊക്കെ പ്രേക്ഷകർ മറന്നു കാണില്ല. അതിൽ ആ പുകയില വ്യവസായിയുടെ മകൻ അറസ്റ്റിലായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം. ഈ വാർത്തകളിലേക്ക് എത്താൻ വിശദമായി സ്വാഗതം ഒരിക്കൽ കൂടി. വ്യവസായിയെ പട്ടാപ്പകൽ വെടിവെച്ചു കൊന്നു. അമ്മയും 2 സഹോദരങ്ങൾ ഉൾപ്പെടെ 4 പേർ കസ്റ്റഡിയിൽ. ഡെറാഡൂണിലെ ടിബറ്റൻ മാർക്കറ്റിൽ ഏതാണ്ട് രാവിലെ 10:30 കൂടിയാണ് ഈ സംഭവം. വസന്ത് വിഹാർ പ്രദേശത്തെ ഇന്ദിരാനഗറിൽ താമസിക്കുന്ന 42 വയസ്സുള്ള അർജുൻ ശർമ്മ എന്ന വ്യവസായി, അദ്ദേഹമാണ് കൊല്ലപ്പെടുന്നത്. സ്കൂട്ടറിലെത്തിയ 2 അക്രമികൾ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. ഒരു ഗ്യാസ് ഏജൻസി ഉടമയാണ് അമർദീപ് എന്നാണ് ഗ്യാസ് ഏജൻസിയുടെ പേര്. ഈ അർജുൻ ശർമ്മ എന്താണെങ്കിലും ഞെട്ടിപ്പിക്കുന്ന കാര്യം, ഈ അർജുൻ ശർമ്മയുടെ അമ്മയിലേക്കും സഹോദരങ്ങളിലേക്കുമാണ് അന്വേഷണം എത്തി നിൽക്കുന്നത് എന്നതാണ്. തന്റെ അമ്മായിയമ്മയ്ക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് ഈ അർജുൻ ശർമ്മയുടെ ഭാര്യ അഭിലാഷ ശർമ്മ ആരോപിച്ചതുകൂടിയാണ് കാര്യങ്ങൾ മൊത്തത്തിൽ തിരിയുന്നത്. കുടുംബ തർക്കമുണ്ടായിരുന്നു ഇവർക്കിടയിൽ. ഈ കൊല്ലപ്പെട്ട അർജുൻ ശർമ്മയിൽ, അതായത് സ്വന്തം മകനിൽ നിന്ന് ഭീഷണി ഉണ്ടെന്നൊക്കെ കാട്ടി അമ്മ ബിന ശർമ്മ നേരത്തെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിൽ നിന്ന് സംരക്ഷണം തേടിയിരുന്നു എന്നൊക്കെ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. പതിവ് പോലെ രാവിലെ ടെന്നീസ് കളിക്കാൻ പോയിരുന്നു അർജുൻ ശർമ്മ. എന്നിട്ട് സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലേക്ക് പോകാൻ കാറിൽ കയറുമ്പോഴായിരുന്നു ആ വെടിവയ്പ്. തൊട്ടടുത്തുള്ള ഡൂൺ ആശുപത്രിയിലേക്ക് ഈ അർജുൻ ശർമ്മയെ കൊണ്ടുപോയി. പക്ഷേ മരണം സംഭവിച്ചു. അർജുൻ ശർമ്മയുടെ ഭാര്യ അഭിലാഷ നൽകിയ ഒരു പരാതി, അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചു. ബിന ശർമ്മയ്ക്ക്, അതായത് അർജുന്റെ അമ്മയ്ക്ക് വിനോദ് ഉനിയാൽ, ഭാര്യ സംഗീത ഉനിയാൽ, SK മെമ്മോറിയൽ ആശുപത്രി ഉടമ ഡോക്ടർ അജയ് ഖന്ന എന്നിവരൊക്കെയായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ മരിച്ചയാളുടെ ഭർത്താവ് പറയുന്നത്. തന്റെ ഭർത്താവ് ഇതിനെ എതിർത്തിരുന്നുവെന്നും ആ അഭിലാഷ പറയുന്നു. ഈ വിഷയത്തിൽ സ്വന്തം അമ്മയുമായി തർക്കം നിലനിന്നിരുന്നുവെന്നാണ് അഭിലാഷ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ തർക്കത്തിന്റെ പേരിൽ ഇവർ തന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ അവരുടെ മകനെ കൊലപ്പെടുത്തി എന്നാണ് അഭിലാഷ സംശയിച്ചത്. ഈ ബന്ധുക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതാണ്ട് 40 കോടിയോളം രൂപ ഈ അർജുൻ ശർമ്മയ്ക്ക് ആദ്യത്തെ ഈ പണമിടപാട് കേസിൽ അമ്മയും സഹോദരനും നൽകാനുണ്ട് എന്നാണ് മറ്റു ബന്ധുക്കൾ പറയുന്നത്. पैसे लेने थे इनको विनोद उनियाल से। अच्छा, तो जो पैसे देने की बात ये आती है तो वो कुछ ना कुछ तो करेगा। कितना पैसा था? लगभग 40 से 42 करोड़ के बीच। अच्छा, वो पैसा किस चीज का लेना था इनको, मतलब क्या? इन्होंने वो इनकी मम्मी ने, इन्होंने शुरू में इनका दोस्त था वो, और फैमिली फ्रेंड था। उन्होंने कहा मैं किसी कंपनी में वो इन्वेस्ट करूँगा, आपको बहुत बड़ा प्रॉफिट होगा, 20 से 25% का आपको मार्जिन मिल जाएगा पर मंथ। तो इन्होंने लगा दिया, वो वापस मांग रहे थे, उसके चक्कर में ये हुआ है. അങ്ങനെ അർജുൻ ശർമ്മയുടെ അമ്മയിലേക്കും സഹോദരങ്ങളിലേക്കും പോലീസിന്റെ അന്വേഷണം എത്തി. ഇതിനിടെ സഹോദരങ്ങളെ തേടി പോലീസ് പോയി. പക്ഷേ പോലീസിനുമായി ഏറ്റുമുട്ടുകയാണ് അവർ ചെയ്തത്. ഒടുവിൽ സാഹസികമായിട്ടാണ് പിടികൂടിയത്. ഈ ഏറ്റുമുട്ടലിൽ 2 സഹോദരങ്ങൾക്കും കാലിനു താഴെ വെടിയേറ്റു. രാജു റാണ, പങ്കജ് റാണ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായ സഹോദരങ്ങൾ. ഈ റിക്ഷ ഡ്രൈവറായി ജോലി ചെയ്യുന്ന രാജു റാണ ഒരു കൊലപാതക കേസിൽ പ്രതി കൂടിയാണ്. 1997 തന്റെ 2-ാനച്ഛനെ വധിച്ചതിനാണ് ഇയാൾ പിടിയിലാവുന്നത്. പോലീസ് പറയുന്നു ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. प्रातः से ही 11 बजे के बाद से सभी टीमें लगी हुई थी. कुछ CCTV फुटेज के आधार पर हमें कुछ संदिग्ध हुलिये मिले थे और उस हुलिये के आधार पर हमारी टीमें लगातार चेकिंग में थी. और अभी जिस तरह से अभी एक एनकाउंटर हुआ वहाँ पर लाडपुर क्षेत्र में, और इसमें गोली लगी जो अभियुक्त है, इसके बाद भी पूछताछ हुई, इससे पता चला इसका नाम राजू राणा था
और इसके अलावा इसके द्वारा अभी जो पूछताछ में बताया गया कि ये इसका दूसरा मर्डर है और पहला मर्डर इसने जो है 1997 में भी किया था और ये मूल रूप से यमकेश्वर ब्लॉक का रहने वाला है, पौड़ी का, और इनकी माताजी वहीं की निवासी हैं। और इनके पिताजी का जो पहला जब मर्डर हुआ था कि चाचा जेल गए थे, इसमें कुछ लोग जो अभी तक पूछताछ जो पता चला उसके रिकॉर्ड्स को चेक किया जाएगा। 15 ലക്ഷം രൂപ ലഭിക്കും അല്ലെങ്കിൽ നൽകാം എന്ന് പറഞ്ഞതോടുകൂടിയാണ് സ്വന്തം സഹോദരനെ വധിക്കാൻ ഇറങ്ങി തിരിച്ചതെന്നാണ് രാജു റാണ കുറ്റസമ്മതം നടത്തിയത്. കുടുംബ തർക്കത്തിന്റെ പേരിൽ ഇങ്ങനൊരു കൊട്ടേഷൻ കൊലപാതകം പക്ഷെ നടക്കുമോ എന്ന അന്വേഷണം നടത്തുന്നുണ്ട് പോലീസ്. അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടാകുമോ? ഡെറാഡൂൺ നഗരത്തിൽ 10 ദിവസങ്ങൾക്കിടെ നടക്കുന്ന രണ്ടാമത്തെ കൊലപാതകമാണിത്. അതാണ് ആ പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നത്. എന്താണെങ്കിലും സ്വന്തം അമ്മ, സഹോദരങ്ങൾ അവരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മദ്യപിച്ച് ലക്കുകെട്ട് പോലീസുകാരൻ ഈ റിക്ഷ ഇടിച്ചു തെറിപ്പിച്ചു. 24 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ഹരിയാനയിലെ അംബാലയിൽ നടന്ന സംഭവമാണ്. നികിത ബജാജ് എന്ന 24 വയസ്സുകാരിയാണ് അതിദാരുണമായി മരിച്ചത്. ഗുഡ്ഗാവിൽ ജോലി ചെയ്യുന്ന യുവതിയാണ് നികിത. NH44-ൽ കാലിപൾട്ടാൻ എന്ന പാലം, അതിന് സമീപത്തായിരുന്നു ആ അപകടം നടക്കുന്നത്. ഒരു ഹുണ്ടായി വെർണ കാറിൽ എത്തി ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള അമിത് കുമാർ. അയാൾ മദ്യവെച്ച് ബോധമില്ലാത്ത ലക്കുകെട്ട അവസ്ഥയിലായിരുന്നു. അയാൾ ആ കാറ് ഈ റിക്ഷയുടെ പിന്നിലിടിച്ചു. ഇതോടെ അല്പം നിയന്ത്രണം തെറ്റി ഈ റിക്ഷ. ആ ഇടിയുടെ ആഘാതത്തിൽ ആ ഈ റിക്ഷയിൽ നിന്ന് ഈ പെൺകുട്ടി തെറിച്ച് റോഡിലേക്ക് വീണു. ഒരു വശത്തായിരുന്നു ഈ നികിത ഇരുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് നികിത റോഡിലേക്ക് വീണു. ആ നികിതയുടെ ശരീരത്തിലൂടെ ആ കാറ് കയറി ഇറങ്ങി. हमारा कहने से शहर आ रहा था तो रास्ते में बस अड्डे से मैंने 4 सवारियों को पिकअप किया. 2 सवारियां मॉडल टाउन की थी, 2 सवारियां जंडली की थी. तो हम काली पलटन का पुल पार करके आ रहे थे हमारा शहर की तरफ को. तो पीछे से ये होंडा सिटी कार पुलिस वाला जो चला रहा था उसने 100 की स्पीड पे आके हमारे ई रिक्शे को पीछे से ठोक दिया. और पीछे से ठोक दिया तो ऐसा ठोका तो उसने उसमें से ई रिक्शे में से उछल कर लड़की बाहर सड़क की तरफ गिर गई, हाईवे की तरफ. तो उस पुलिस वाले ने कार को लड़की के ऊपर चढ़ा दिया और लड़की के ऊपर चढ़ा दिया. तब हम बहुत आगे जाके रुके, रिक्शा वाले हम आगे जाके रुके तो 4 सवारी भी हमारे पास, 3 सवारियां जो पीछे बीच में बैठी रह गई थी. तो हमने दोबारा वापस जाके देखा, वहां पर बहुत भीड़ इकट्ठा हो गई थी. तो इतने में बस लड़की जब वहां पे तो सांसें चल रही थी और यहाँ पर आके पता चला कि लड़की कोई ആ റിക്ഷ ഡ്രൈവറാണ് പറഞ്ഞത്. റിക്ഷ ഡ്രൈവർക്ക് ഒരു തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയാവുന്ന വിധത്തിലായിരുന്നില്ല ഇടിയുടെ ആഘാതമെന്നാണ് അയാൾ പറയുന്നത്. ഹോണ്ട സിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പോലീസിന്റെ ഔദ്യോഗിക ഭാഷയിൽ അതൊരു ഹുണ്ടായി വെർണ കാറാണ്. എന്താണെങ്കിലും കുടിച്ച് ലക്ക് കെട്ട അവസ്ഥയിലായിരുന്നു ആ പോലീസുകാരൻ അമിത് കുമാർ. പോലീസുകാരനായിട്ടുള്ള ഇയാളെ നാട്ടുകാർ തടഞ്ഞു വെച്ചു. ആദ്യമൊക്കെ ഇയാൾ പോലീസുകാരൻ എന്നുള്ള ഒരു ഗർവിൽ ഒരു തിരികെ ബഹളം വെച്ച് നാട്ടുകാരെ പേടിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഒടുവിൽ നാട്ടുകാർ ഉൾപ്പെടെ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ച് ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയത്. ഇപ്പോൾ അറസ്റ്റിലാണ് ഈ പോലീസുകാരൻ. പക്ഷേ ഈ പോലീസുകാരനെ രക്ഷിക്കാൻ സഹ ഉദ്യോഗസ്ഥർ ആദ്യം ചില ശ്രമങ്ങളൊക്കെ നടത്തിയെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. അത് അവിടെ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കി. വൈദ്യപരിശോധന വൈകിപ്പിക്കാനുള്ള ശ്രമം അത് ബോധപൂർവം നടന്നു. അപ്പോഴാണ് നാട്ടുകാരും ബന്ധുക്കളും ഇടപെട്ടതും ആശുപത്രിയിൽ ഒരു പ്രതിഷേധം ഉണ്ടായതും. എന്താണെങ്കിലും ഒരു തരത്തിലും ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു പോലീസുകാരൻ ആശുപത്രിയിൽ എത്തിയ ശേഷവുമുള്ള അദ്ദേഹത്തിന്റെ സംസാരം. गाड़ी है कहाँ पे आपकी? गाड़ी कहाँ है आपकी? गाड़ी को वहीं खोज ली थी, यहाँ पे जो पंगा आया था, पंगा है जो भी हुआ था, जो भी हुआ था मैं रुक गया था किसी के लिए
वहीं पे मेरी गाड़ी की चाबी पहुंच गई। अच्छा, किसी रुके थे आप? रुके क्यों थे आप ऐसे? मेरे साथ हाथ सेट किया गया, हैं? हाथ सेट किया गया मेरे साथ। मैंने कोई गलत काम नहीं किया, मैंने अपनी गाड़ी रोकी इसलिए कि इसका बचाव करूँ। वो मेरे स्टेप्स कर लगे, मेरी गाड़ी भी जब भी लगी, अच्छा अच्छा। मेरी गाड़ी भी लगी। जो गाड़ी पे स्क्रैच है आपकी, मुझे पता मेरी गाड़ी में क्या है। ये जो गाड़ी पे स्क्रैच है गाड़ी के अंदर मेरा सामान पड़ा है, तौलिया है, अच्छा ब्रश है, अच्छा। पेस्ट है। नहीं, जो गाड़ी पे स्क्रैच है आपकी वो, देख लो, गाड़ी देख लो, आप गाड़ी चेक करो, हाँ स्क्रैच है उस पे गाड़ी पे, देख लो आप। देख ली ना? मामा जी की लड़की है निकिता, तो कल इन्होंने शादी पे जाना था, तो जिस कारण ये गुड़गांव से दिल्ली अम्बाला कैंट आई है। कैंट आने पर इन्होंने वोल्वो से नीचे उतरी है, तो ये ऑटो करने लगे थे। मेरा मामा जी का लड़का साथ में था, तो वो जैसे ही आगे हल्की सी बड़ी, एक गाड़ी वाला बहुत तेजी से आगे आया। और गाड़ी सर मेरे को नहीं पता, मेरे मामा जी के लड़के को वो एयरपोर्ट उसका चश्मदीद हुआ है। जहाँ तक वो कह रहे हैं वर्दी में ही था, और उसने पूरी ड्रिंक कर रखी है। उसकी वीडियो वगैरह सारे मेरे मामा जी के लड़के के फोन में है। तो हम उसको लेके आए हैं, यहाँ पे पकड़ के लाए हैं। ये मेडिकल भी नहीं होने दे रहे, 1.5 घंटा हो गया हम यहाँ पे खड़े हुए हैं। उस टाइम उसके साथ चल रहे थे, ये नहीं पता इनकी कहाँ पे हुई है कहाँ पे नहीं। वो सीधा सिविल हॉस्पिटल आके उन्होंने हमारे को कॉल, मेरे मामा जी के दूसरे उनके छोटे ब्रदर के लड़के का फोन आया कि ऐसे ऐसे करके कि ऐसे ऐसे करके हादसा हो गया है, फटाफट आप हॉस्पिटल पहुंचो। और आगे से ये पुलिस वाले पूरी टीम लेके आ गए। वो कह रहे हैं हम मेडिकल कराएंगे, उसको अंदर पता नहीं क्या खिला रहे हैं क्या नहीं खिला रहे, ताकि उसकी मेडिकल रिपोर्ट साफ आए। अभी तक उसकी मेडिकल रिपोर्ट में मेडिकल वाली टीम नहीं आई। वो कह रहे थे कि हम पंप लगा के चेक करेंगे उसने ड्रिंक कर रखी है या नहीं कर रखी। വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആ പെൺകുട്ടി നികിത. വിവാഹ ആവശ്യങ്ങൾക്കായി തന്റെ മറ്റൊരു സഹോദരനോടൊപ്പം അവൾ പുറത്തിറങ്ങിയതാണ്. അവനെയും കൂട്ടിയാണ് നികിത ആ ഇ റിക്ഷയിൽ കയറിയത്. ആ സഹോദരൻ ആ പെൺകുട്ടിക്ക് ഒപ്പമുണ്ടായിരുന്നു. സഹോദരൻ നോക്കി നിൽക്കുകയാണ്. ആ പെൺകുട്ടി റിക്ഷയിൽ നിന്ന് തെറിച്ചു വീണതും ഈ കാറ് അവളുടെ ദേഹത്തുകൂടെ കയറി ഇറങ്ങിയത്. मेरी बहन गुड़गांव काम करती थी, वो दिल्ली अपने भाई के साथ आ रही थी। उनका ना कैंट में एक्सीडेंट हो गया था। पुलिस वाले ने बैठे हुए रिक्शे को टक्कर मार दी, फिर उनके ऊपर गाड़ी चढ़ा दी, जिनके करके उनकी वो अब एक्सपायर हो चुके हैं। नाम उनका निकिता बजाज है, उम्र 24। അംബാലയിലെ സിവിൽ ഹോസ്പിറ്റലിൽ നികിതയുടെ കുടുംബം രോഷാകുലരായിട്ടാണ് പെരുമാറിയത്. അതിന് കാരണമുണ്ടല്ലോ. മദ്യപിച്ച് വാഹനമോടിച്ച പോലീസുകാരനെതിരെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടപടി ആവശ്യമാണ് എന്നുള്ളതായിരുന്നു ആ പ്രതിഷേധത്തിന്റെ സ്വരം. പോലീസ് ആദ്യമൊക്കെ ഇയാളെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തപ്പോൾ ഇവർക്ക് കൂടുതൽ സംശയമായി. ഇത് വളരെ അനായാസം അയാൾ രക്ഷപ്പെടുമെന്നുള്ളത്. പക്ഷേ എന്താണെങ്കിലും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഈ കേസിന്റെ വിവരങ്ങൾ ഔദ്യോഗികമായി ഒന്നും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അതിലെ ദുരൂഹത. എന്താണെങ്കിലും മദ്യപിച്ച് ലക്കുകെട്ട് വണ്ടി ഓടിച്ചൊരു പോലീസുകാരൻ, നിയമം പരിപാലിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ, ഹെഡ് കോൺസ്റ്റബിളാണ്. അദ്ദേഹത്തിന്റെ അനാസ്ഥയിലാണ് ഒരു പെൺകുട്ടി, പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിച്ചു കൊതിച്ചിരുന്ന പെൺകുട്ടിയുടെ ജീവൻ തന്നെ ഇപ്പോഴില്ലാതായത്. പത്തൊൻപതുകാരിയെ 31കാരനെയും കല്ലുകൊണ്ട് അടിച്ചു കൊന്നു. മുഖം വികൃതമാക്കിയ നിലയിൽ. തിരിച്ചറിഞ്ഞത് ആ ബാഗുകളിലെ ഐഡന്റിറ്റി കാർഡുകൾ വഴി. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലെ ഗല്ലാമണ്ഡിയിലാണ് ഈ സംഭവം. യുവാവിനെയും സ്ത്രീയെയും കല്ലുകൊണ്ടാണ് അടിച്ചു കൊന്നിരിക്കുന്നത്. 19 വയസ്സുള്ള സ്ത്രീയെയും 31 വയസ്സുള്ള ഒരു പുരുഷനെയുമാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തുന്നത്. ഇവരുടെ അടുത്തു നിന്ന് കണ്ടെടുത്ത തിരിച്ചറിയൽ കാർഡുകൾ വഴിയാണ് ഇവർ ആരൊക്കെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത്. എന്താണ് കൊലപാതകത്തിന്റെ കാരണമെന്ന് പോലീസിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വ്യാഴാഴ്ചയാണ് ഹൽദ്വാനി മണ്ഡി സമുച്ചയത്തിനുള്ളിൽ ഗല്ലാമണ്ഡിക്ക് സമീപം ഈ യുവാവിനെയും യുവതിയെയും മരിച്ച നിലയിൽ ആ നാട്ടുകാർ കാണുന്നത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി, പിന്നാലെ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി തെളിവൊക്കെ ശേഖരിച്ചു. പ്രാഥമികമായ അന്വേഷണത്തിൽ കല്ലുകൊണ്ട് ആവർത്തിച്ചുള്ള മർദ്ദനമേറ്റാണ് ആ രണ്ടുപേരുടെയും മരണമെന്ന് മാത്രമാണ് പോലീസിന് പറയാൻ കഴിയുന്നത്.
രണ്ടുപേരുടെയും തല അത് ക്രൂരമായി തകർത്ത നിലയിലായിരുന്നു. മുഖം വികൃതമാക്കിയിരുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ബാഗിൽ നിന്നും ഈ ID കാർഡുകൾ കിട്ടുന്നത്. അങ്ങനെയാണ് അവർ ആരൊക്കെയെന്ന് തിരിച്ചറിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. सूचना मिली थी, उसके बाद हम लोग मौके पे आए हैं. इसमें कुछ IDs मिली हैं, उसके बेस पे हम लोग इनको आइडेंटिटी इस्टेब्लिश करने की कोशिश कर रहे हैं. इसमें एक जो है युवक है और एक युवती है और इन पे पत्थर से हमला किया हुआ लग रहा है कि किसी ऐसी चीज़ से इन पे हमला किया है. इनको मुंह को कुचलने का प्रयास किया गया और ये गंभीर घटना है. हम लोगों ने टीमें इसमें ऑलरेडी डिप्लॉय कर दी हैं. इनकी आइडेंटिटी भी हम लोग इस्टेब्लिश कर रहे हैं और पूरा घटनाक्रम हम लोग जानने की कोशिश कर रहे हैं. इसमें हम लोग इनको आइडेंटिफाई करके इसमें डॉग स्क्वाड भी हमने मौके पर बुलाया, फॉरेंसिक टीम भी बुलाई है. एविडेंस कलेक्शन हम लोग कर रहे हैं और इसमें जो भी एविडेंस मिलते हैं आगे उसके बेस पे आगे की कार्रवाई की जाए. 19 വയസ്സുള്ള ആ പെൺകുട്ടിയുടെ പേര് ലക്ഷ്മി പൊക്കാരിയ. 31 വയസ്സുള്ള യുവാവിന്റെ പേര് ശുഭം തംത. പോലീസ് വെളിപ്പെടുത്തുന്നത് അങ്ങനെയാണ്. കൊലപാതകത്തിന്റെ വിശദ വിവരങ്ങൾ കണ്ടെത്താൻ ഒരു വലിയ സന്നാഹത്തെ നിയോഗിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. को हमने शिफ्ट कर दिया है. फॉरेंसिक टीम्स अपना काम कर रही है, टेक्निकल टीम्स, SOG और आला ऑफिसर्स और सारा क्राइम टीम्स हमने 5-6 टीम्स बनाए हैं. कैमरा के लिए 2-3 टीम्स बना रखा है, टेक्निकल काम करने के लिए 1 टीम और मैनुअल काम करने के लिए 3 टीम बना रखा है. टोटल जो है छोटी छोटी टुकड़ों में हमने विभिन्न टीम्स हमें ऑपरेट कर रही है. लगभग 2 से 3 घंटे के बाद हम आपको फिर से अवगत कराएंगे. उसमें सारा डिटेल्स हमको आपको बता देंगे विक्टिम्स के बारे में, विक्टिम्स लास्ट बार क्या देखे गए थे. CCTV ദൃശ്യങ്ങൾ ഒക്കെ പരിശോധിക്കുകയാണ് പോലീസ് ഇപ്പോൾ. മാത്രമല്ല ആ നാട്ടുകാരെ കേന്ദ്രീകരിച്ചും ചോദ്യം ചെയ്യൽ നടക്കുന്നു. ആരൊക്കെ ആ ഭാഗത്ത് സമീപ സമയങ്ങളിൽ വന്നുപോയി എന്നുള്ളതൊക്കെയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. പ്രതികളാരെന്നോ ആ വിക്ടിംസിനെ ആ കൊല്ലപ്പെട്ടവരിലേക്ക് എന്തുകൊണ്ട് ആക്രമണത്തിന്റെ സാധ്യതയുണ്ടായി എന്നുള്ളതൊക്കെ അന്വേഷിക്കും. ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു പോലീസ്. തുല്യത്തവറിലേക്ക് തിരികെ എത്താൻ ഒരു ചെറിയ ഇടവേള. ലംബോർഗിനിയിലെ മരണപ്പാച്ചിലിന് 4 ദിവസം കഴിഞ്ഞ് അറസ്റ്റ്. ഡൽഹിയിൽ ചികിത്സയിലാണെന്ന് പറഞ്ഞ ആ വ്യവസായ പ്രമുഖന്റെ മകൻ പിടിയിലാകുന്നത് കാൺപൂരിൽ നിന്ന്. വ്യാഴാഴ്ചയാണ് കാൺപൂരിനെ ഞെട്ടിച്ച ആ അപകടം നടക്കുന്നത്. ശതകോടീശ്വരനായ പുകയില വ്യവസായിയുടെ മകൻ ശിവം മിശ്ര അമിത വേഗത്തിൽ ഒരു ലംബോർഗിനി കാറുമായി എത്തി അപകടമുണ്ടാക്കുന്നു. ബംഷീദ ടുബാക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമയായിട്ടുള്ള KK മിശ്രയുടെ മകനാണ് ഇയാൾ. അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ട് വഴിയാത്രക്കാരെയും ഓട്ടോറിക്ഷയും ബുള്ളറ്റും ഒക്കെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ആ കറുത്ത ലംബോർഗിനി കാർ. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് 3:15 കൂടിയാണ് സംഭവം. ആദ്യം ഒരു ഓട്ടോറിക്ഷയിൽ ഇടിച്ചു, പിന്നീട് ഒരു റോയൽ എൻഫീൽഡ് ബൈക്കിലും ഇടിച്ചു. ആ ബൈക്കിനേറ്റ ഇടിയുടെ ആഘാതത്തിൽ അതിലുണ്ടായിരുന്ന ആൾ ഏതാണ്ട് മീറ്ററോളം ഉയർന്ന് തെറിച്ചു വീണു. ഈ അപകടത്തിന് ശേഷം ഒരുപാട് വിവാദങ്ങളും ഉണ്ടായി. മകൻ ശിവം മിശ്രയെ ഒളിപ്പിച്ചു ആ വ്യവസായ ഭീമൻ. കോടതിയിൽ ശിവം മിശ്ര അല്ല കാർ ഓടിച്ചത് എന്നായിരുന്നു വാദം. മകൻ ഡൽഹിയിൽ അപസ്മാരത്തിന്റെ ചികിത്സയിലാണെന്നായിരുന്നു ആദ്യ നിലപാട്. ഇപ്പോൾ പോലീസ് പക്ഷേ അവനെ കാൺപൂരിൽ തന്നെ പൊക്കി. താനാണ് വാഹനം ഓടിച്ചതെന്ന് കാട്ടി ശിവം മിശ്രയുടെ സ്ഥിരം ഡ്രൈവർ മോഹൻ കീഴടങ്ങാൻ ഒരു അപേക്ഷ നൽകി കോടതിയിൽ. പക്ഷേ CJN കോടതി ആ അപേക്ഷ തള്ളി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ശിവം മിശ്രയെ അയാളുടെ സെക്യൂരിറ്റി നോക്കുന്ന ബൗൺസർമാർ വലിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. ആ ദൃശ്യങ്ങൾ ഉള്ളപ്പോഴായിരുന്നു കോടതിയെ കബളിപ്പിക്കുന്ന തരത്തിൽ ആ അപേക്ഷ.
സംഭവത്തിൽ പോലീസ് നടപടികളൊക്കെ വൈകിപ്പിക്കുകയാണെന്ന് തുടക്കം മുതൽ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അച്ചടക്ക നടപടിയും നേരിട്ടു. ഇതിന് പിന്നാലെയാണ് ശിവമിശ്ര ഇപ്പോൾ പിടിയിലായത്. ഒളിവിലായിരുന്ന ശിവമിശ്ര കാൺപൂരിലേക്ക് വരുന്നതിനിടെയായിരുന്നു അറസ്റ്റ് എന്ന് കാൺപൂർ ഡിവൈഎസ്പി അതുൽ श्रीवास्तव പറയുന്നു. देखिए, कतिपय सूत्रों से हमें सूचना प्राप्त हुई थी कि शिवम मिश्रा कानपुर आया हुआ है। इस सूचना पर हमारी तत्काल टीमें सक्रिय हुई और उसको गिरफ्तार कर लिया गया है। गिरफ्तार करके माननीय न्यायालय में प्रस्तुत किया गया है। आगे की कार्यवाही माननीय न्यायालय के निर्देश के क्रम में की जाएगी। देखिए, 5 टीमें लगी हुई थी। बाकी हमारे काम करने की प्रणाली है वो डिस्क्लोज नहीं किया जा सकता है, लेकिन उसको गिरफ्तार किया गया और गिरफ्तार करके माननीय न्यायालय में प्रस्तुत किया। हाँ, सारी कार्यवाही की जा रही है। जो भी विधिक कार्यवाही है वो की जा रही है। ഈ അപകടത്തിൽ പരിക്കേറ്റ ഒരാളുടെ പേരാണ് മുഹമ്മദ് തൗഫീഖ്. തൗഫീഖിനാണ് കൂടുതൽ പരിക്കേറ്റത്. മുഹമ്മദ് തൗഫീഖും ഡ്രൈവർ മോഹനും തമ്മിൽ ഫെബ്രുവരി 8-ാം തീയതി ഒരു ഒത്തുതീർപ്പ് കരാറിൽ ഒപ്പിട്ടുവെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുകയും ചെയ്തു. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് എല്ലാം വഹിക്കാമെന്നും പകരം നിയമ നടപടികളുമായി മുന്നോട്ട് പോകില്ല എന്നും ഈ പരിക്കേറ്റവർ കരാറിൽ ഒപ്പിട്ടു എന്നാണ് അവർ കോടതിയെ വാദിച്ചത്. പക്ഷേ ഈ പ്രതിയല്ലാത്ത ഒരാൾ, അതായത് മോഹൻ എന്ന ഡ്രൈവറുടെ പേരിലാണ് ഇവർ കരാറുണ്ടാക്കിയത്. പ്രതിയല്ലാത്ത ഒരാൾക്ക് എങ്ങനെ കരാറിൽ ഏർപ്പെടാൻ കഴിയുമെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. എന്തായാലും ലംബോർഗിനി വിട്ടു നൽകണമെന്ന കാർ ഉടമയുടെ അപേക്ഷ RTOയുടെ സാങ്കേതിക പരിശോധനയ്ക്കായിട്ടൊക്കെ വിട്ടു നൽകിയിരിക്കുകയാണ് കോടതി. എന്താണെങ്കിലും പോലീസ് ശിവമിശ്രയെ തെറ്റായ പ്രതി ചേർക്കുകയാണെന്നും ഇതിനെതിരെ ജില്ലാ ജഡ്ജിയുടെ കോടതിയിൽ അപ്പീൽ നൽകുമെന്നൊക്കെയാണ് ഈ ഡ്രൈവർ മോഹന്റെ അഭിഭാഷകൻ പറയുന്നത്. എന്നാൽ രാജ്യമാകെ ഉറ്റുനോക്കിയ ഒരു അപകടവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള നിയമ നടപടികൾക്കുമാണ് തൽക്കാലത്തെങ്കിലും വിരാമമായത്. ശിവമിശ്രയെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ട്വന്റി അവർ സമയം പൂർണ്ണമാവുകയാണ്. 20 അവർ വീണ്ടും നാളെ 20-ാം മണിക്കൂറിൽ. നമസ്കാരം.